ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പൂരി. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കിയിട്ട് വരാം. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ റവ, 1.5 ടേബിൾ സ്പൂൺ തന്നെ മൈദ, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമ്മൾ പൂരി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിലേക്ക് മൊത്തത്തിൽ 3/4 കപ്പും 1 ടേബിൾ സ്പൂണും കൂടെ ചൂടുവെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുഴച്ച ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ പൂരിയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഇത് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെയല്ല പരത്തേണ്ടത്. നമ്മൾ പൊടിയൊന്നും വെതറാതെ എണ്ണ കുറച്ച് മേലേക്ക് തൂത്ത് കൊടുത്തിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ഷേപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഒന്നുകിൽ എല്ലാം തന്നെ ഇതുപോലെ തയ്യാറാക്കിയ ശേഷം പൂരി ഉണ്ടാക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ച് കുറച്ചിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം പൂരി ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിനായിട്ടൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം മാത്രമാണ് നമ്മൾ പൂരി റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഓയിലെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പൊങ്ങി വന്ന ശേഷം ഒന്ന് അങ്ങോട്ട് മറച്ചിട്ടിട്ട് ഈ പൂരി ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇനി ഈ പൂരി ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് മങ്ങുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ പൂരി ഒരുപാട് നേരമൊന്നും എണ്ണയിൽ ഇടണ്ട. ഇതിങ്ങനെ പൊങ്ങി വന്നാൽ തന്നെ അറിയാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള സോഫ്റ്റ് പൂരി നമുക്ക് കിട്ടിയെന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്ന ബാജിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.